പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് എൻ്റെ ഏട്ടനൊക്കെ ജനിച്ച് വളർന്ന വീടാണ് കേട്ടോ. തറവാട്, അച്ഛൻ്റെ തറവാട് വീടാണ്. അപ്പോൾ ഈ ഒരു വീട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനെയുള്ള വീടുകളൊക്കെ നമുക്കിപ്പോൾ കാണാനേ ഇല്ല. ഇവിടെ എല്ലാവരും പഴയ വീടുകളൊക്കെ പൊളിച്ചു മാറ്റി പുതിയ വാർപ്പ് വീട് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഓടിട്ട വീടാണ് കേട്ടോ. അപ്പോൾ ഈ വീട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഫസ്റ്റ് തന്നെ കോലായി. ഈ കോലായിലൊക്കെ നമുക്ക് നന്നായിട്ട് ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. കോലായിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, കോലായിൽ തന്നെ ഒരു റൂമുണ്ട്. അത് ഓഫീസ് റൂം. പണ്ടത്തെ വീടുകളിലൊക്കെ കാണുന്ന ഒരു റൂമാണ് കേട്ടോ. അത് ഓഫീസ് റൂം. ഇപ്പോഴുള്ള വീടുകളിലൊന്നും ഓഫീസ് റൂമില്ല. പിന്നെ ഒരു ചെറിയ ടീപ്പോയും ഒരു ചെറിയൊരു സോഫ സെറ്റും പിന്നെ കോലായിൽ നമുക്ക് ഇരിക്കാനായിട്ട് ഒരു ചാരുപടിയുണ്ട്. ഇനി നമുക്ക് അടുത്തത് വരാന്തയിലേക്ക് കിടക്കുക. ഡൈനിങ് ഹാൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വരാന്ത. ഈ ഒരു ഭാഗവും റൂമായിരുന്നു കേട്ടോ. ഈ വീടിനാകെ 4 റൂമായിരുന്നുള്ളത്. ഈ ഒരു റൂം അവിടെ ചുമര് പൊളിച്ച് മാറ്റി ഇപ്പോൾ വരാന്തയാക്കി മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ദിവാങ്കോട്ട് ഇട്ടിട്ടുണ്ട്, ചെറിയൊരു മേശയുണ്ട്, പിന്നെ ഒരു ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ ഭാഗത്തും ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുമരിലൊക്കെ നന്നായി മയിൽപ്പീലിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു വരാന്തയിൽ ഒരു ചെറിയൊരു സോഫ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് റൂമിലേക്ക് കിടക്കാം. ഇതാണ് ഫസ്റ്റ് റൂം. ഇവിടെ ഒരു അലമാര, ഒരു കട്ടിൽ മാത്രമാണുള്ളത്. പിന്നെ ഇവിടെ ചുമരിൽ ടിവിയും ഒരു ചെറിയൊരു ഫാനും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചുമരിൽ നമുക്ക് കുറേ ഫോട്ടോസ് കാണാം. ഫോട്ടോസ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇരിക്കാനായിട്ടൊരു സോഫയുണ്ട്, പിന്നെ നെറ്റിപ്പട്ടുണ്ട്. പിന്നെ ഇത് രണ്ടാമത്തെ റൂമാണ് കേട്ടോ. ഈ ഒരു റൂമിൽ ഒരു കട്ടിലും ഒരു ഡ്രസ്സിങ് ടേബിളും ഒരു ഫാനും ഉണ്ട് ചുമരുമ്പിൽ വെക്കുന്നേറ്റാൽ. അപ്പോൾ ഒക്കെ ചെറിയ റൂമാണ് കേട്ടോ. അത് പണ്ടത്തെ വീടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഡോറുകളൊന്നും നമുക്കിപ്പോൾ ഒരു വീട്ടിലും കാണാൻ പറ്റില്ല. കണ്ടോ, ഈ 2 വാതിലുകളുള്ള ഡോറ്, അങ്ങനത്തെ ഡോറുണ്ട് ഫസ്റ്റ് നമ്മൾ കോലായിലൊക്കെ വെക്കുന്നത്. അല്ലാതെ റൂമിനൊന്നും അങ്ങനത്തെ ഡോറ് ഇപ്പോൾ എവിടെയില്ല. ഇത് ഞങ്ങളെ അച്ഛനാണ് കേട്ടോ, അച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ ഇനി ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ. ആ റൂമും കൂടി കാണിക്കാം. ഇതാണ് മൂന്നാമത്തെ റൂം. ഇവിടെ ഒരു ഫാനും പിന്നെ ഒരു ഗോദ്രേജിൻ്റെ അലമാര, ഒരു കട്ടിലും, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ റൂമുകളാണ്, ഉള്ള സൗകര്യത്തിനനുസരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ഹാളിലും പിന്നെ കോലയിലും മാത്രമേ ടൈൽ ഇട്ടിട്ടുള്ളൂ. മറ്റേ റൂമിലൊക്കെ ഷീറ്റ് വിരിച്ചതാണ് കേട്ടോ. കാവിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചതാണ്. ഇത് അടുക്കളയാണ് കേട്ടോ. ആദ്യത്തെ അടുക്കളയാണ്. അടുക്കളയിൽ ചെറിയൊരു സ്റ്റോർ റൂമും കൂടി ഉണ്ട്. ഇത് അടുക്കളയ്ക്ക് സൗകര്യക്കുറവുള്ളത് കൊണ്ട് പുറമേക്ക് ഒരു അടുക്കള എടുത്തിട്ടുണ്ട്. അടുക്കളേൻ്റെ ആദ്യത്തെ അടുപ്പൊക്കെ മാറ്റിയതിന് ശേഷം അവിടെ ഒരു തട്ടൊക്കെ ഫിറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ ചുമരിലൊരു അലമാര കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ്സുകളൊക്കെ വെക്കാനായിട്ട്. ഇനി നമുക്ക് പുതുതായിട്ട് പണിത അടുക്കളയിലേക്ക് കിടക്കാം. ഇതാണ് പുതുതായിട്ട് പണിത അടുക്കള. ഇവിടെ തണകളുണ്ട്, പിന്നെ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ മുകളിൽ ഒരു പാത്രം വെക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ടേബിൾ ഈ ഒരു അടുക്കളയിലാണ് കേട്ടോ ഉള്ളത്. ഇതാണ് ആ ടേബിൾ. ടേബിളിന് ചെയറൊന്നുമില്ല, അതിന് പകരം നമുക്കിവിടെ ഉള്ളത് സ്റ്റൂളാണ് കേട്ടോ. പല വീടുകളിലും ഇപ്പോൾ കാണാത്ത സാധനമാണ് സ്റ്റൂൾ എന്ന് പറയുന്നത്. മരത്തിൻ്റെ സ്റ്റൂളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു ബാത്റൂമും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അകത്ത് ഇതാണ് ആ ബാത്റൂം. പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് കയറി. അടുക്കളയിൽ ഞാൻ പറഞ്ഞ സ്റ്റോർ റൂം അതാണ് കേട്ടോ. പിന്നെ മുകളിൽ കണ്ടില്ലേ ഓട്. അകത്ത് റൂം ഭാഗങ്ങളിലൊക്കെ മുകളിൽ അട്ടത്തിന് ഷീറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അടുക്കളയിൽ മാത്രമേ അടിക്കാത്തുള്ളൂ. ഷീറ്റ് അടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഷീറ്റ് അടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കിങ്ങനെ പൂച്ച കയറി തമർത്തുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഷീറ്റ് ഉണ്ട്. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ റൂമാണെങ്കിലും ചെറിയ വീടാണെങ്കിലും ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെടികൾ കൊണ്ടാണെങ്കിലും പിന്നെ ഷോക്കേസും പിന്നെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ധരിക്കാൻ ദിവാങ്കോട്ട്.
ചെറിയൊരു മേശ, പിന്നെ അകത്തും ചെടികളുണ്ട് കേട്ടോ. അതാ ഇതാണ് വീടിൻ്റെ ഫുള്ള്. ഈ ഒരു വീടിൻ്റെ പേര് കുന്നത്ത് എന്നാണ് കേട്ടോ. കുന്നത്ത് തറവാടാണിത്. കുറേ ആളുകൾ താമസിച്ചിരുന്നൊരു വീടാണ്. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് ചെറിയച്ഛനും ചെറിയമ്മയാണ്. അതായത് അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയനും ഭാര്യയും. മക്കൾ രണ്ടുപേരും കല്യാണം കഴിച്ചു പോയി. ചെറിയ വീടാണെങ്കിൽ ഇത് ചെടികൾ കൊണ്ട് നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, നല്ല നീറ്റിൽ. ഞങ്ങളെ തറവാട് പേരാണ് കുന്നത്ത്. ചെടികളുണ്ട്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള വീടുകളൊന്നും നമുക്ക് ഈ ഒരു കാലത്ത് കാണാൻ കഴിയില്ല. അതായത് ഇപ്പോൾ എല്ലാവരും പഴയ വീടുകളൊക്കെ പൊളിച്ച് മാറ്റി പുതിയ വാർപ്പ് വീടാണ്. ഓടിട്ട വീടൊന്നും ഇപ്പോൾ എവിടെ അങ്ങനെ കാണാനേ ഇല്ല. ചെറിയൊരു വീടാണെങ്കിൽ പോലും ഇത് എല്ലാ രീതിയിലും നല്ല സെറ്റാക്കി വെച്ചൊരു വീടാണ്. നല്ല അടുക്കി പെറുക്കി വെച്ച് നമുക്ക് സൗകര്യം കുറവാണെങ്കിലും ഉള്ള സൗകര്യത്തിൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു വീട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഉള്ളിലൊരു ചെടിയും കൂടി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെടിയല്ല, കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടുള്ളൊരിതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.